അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ദീനിന്റെ സംസ്ഥാപനവുമായി ബന്ധപ്പെട്ട് ചരിത്രങ്ങൾ നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ദുനിയാവിലേക്ക് ധാരാളം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് തുടങ്ങി ഖാതിമുൻ നബി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ വരുന്ന ആ ഒരു പ്രവാചക പരമ്പര, 1,00,000-ലധികം വരുന്ന പ്രവാചകന്മാർ, അതിൽ തന്നെ പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ 25 പ്രവാചകന്മാർ. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വതിൽക ഹുജ്ജതുനാ ആതൈനാഹാ ഇബ്രാഹീമ അലാ ഖൗമി നർഫഉ ദറജാതി മൻ നശാ ഇന്ന റബ്ബക അലീമുൻ ഹകീം വവഹബ്നാ ലഹു ഇസ്ഹാഖ വയാഖൂബ് കുല്ലൻ ഹദൈനാ വനൂഹൻ ഹദൈനാ മിൻ ഖബ്ലു വമിൻ ദുർരിയ്യതിഹി ദാവൂദ വസുലൈമാന വഅയ്യൂബ വയൂസുഫ മൂസ വഹാറൂൻ വകദാലിക നജ്സിൽ മുഹ്സിനീൻ വസകരിയ വയഹ്യ വഈസ വഇല്യാസ കുല്ലു മിനസ് സ്വാലിഹീൻ വഇസ്മാഈല വൽയസഅ വയൂനുസ വലൂത വകുല്ലൻ ഫദ്ദൽനാ അലൽ ആലമീൻ. ഇത്തരത്തിലുള്ള എല്ലാ പ്രവാചകന്മാരും ഈ ഒരു ദുനിയാവിലേക്ക് കടന്നു വന്നപ്പോൾ ആ പ്രവാചകന്മാരെല്ലാം ഉയർത്തിപ്പിടിച്ചതും പ്രഖ്യാപിച്ചതും നൽകിയതും എന്ന കലിമത്ത് ഷഹാദയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങൾക്ക് ഒരു ഇലാഹുണ്ട്, ആ ഇലാഹിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വാഹിദുൻ, അവൻ ഏകനാണ്. അതോടൊപ്പം അവനെ കൂടാൻ ആരാധനക്കർഹൻ മറ്റാരുമില്ല. അതോടൊപ്പം കാരുണ്യവാനും കരുണാനിധിയുമാണ് അവൻ. നമ്മൾ റമദാൻ മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. റമദാൻ മാസത്തിന്റെ പരമപ്രധാനമായ ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ടാണ് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അതായത് ഈ റമദാൻ മാസത്തിലൂടെ നമ്മുടെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൂടുതലായി അടുക്കുക. നമുക്കറിയാം, ഇനി ഒരു പ്രവാചകൻ ഈ ദുനിയാവിലേക്ക് വരാനില്ല. പിന്നെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൂടുതലായിട്ട് നമുക്ക് അറിയുവാൻ കഴിയുക? പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് 2 രീതിയിൽ നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കുവാൻ കഴിയും. അതിലൊന്നാമത്തത് യാതൊരു സംശയവുമില്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് മാർഗദർശനമായി നൽകിയ മഹാ അത്ഭുതമായ പരിശുദ്ധ ഖുർആനാണത്. രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ സൃഷ്ടിച്ചിട്ടുള്ള പ്രാപഞ്ചിക സത്യങ്ങളാണ്. നമ്മൾ ഇതുപോലുള്ള ഒരു സദസ്സിലേക്ക് ഒരു വ്യക്തിയോട് പറയുകയാണ്, നിങ്ങൾ 6 വശമുള്ള ഷഡ്ഭുജത്തെ വരയ്ക്കണം. അപ്പോൾ ഇത് കേട്ടയുടനെ ആ വ്യക്തി ആവശ്യപ്പെടുക, ഷഡ്ഭുജം വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പെൻസിൽ വേണം, പേപ്പർ വേണം, സ്കെയിൽ വേണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളായിരിക്കും നമ്മളോട് പറയുക. നമ്മൾ ഈ ആവശ്യങ്ങളെല്ലാം ആ വ്യക്തിക്ക് കൊടുത്തിട്ട് ആ വ്യക്തിയോട് നമ്മൾ പറയുകയാണ്, നിങ്ങൾ 6 വശമുള്ള ഷഡ്ഭുജത്തെ വരയ്ക്കണം. അങ്ങനെ ആ വ്യക്തി കോണുകൾ കണ്ടുപിടിച്ച് 6 വശമുള്ള ഷഡ്ഭുജത്തെ ചെറിയ വലിയ പോരായ്മകളോട് കൂടിയിട്ട് ആ വ്യക്തി വരച്ചു തീർക്കും. എന്നാൽ അതേ മജ്‌ലിസിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ അതേ സദസ്സിൽ നിന്ന് തന്നെ ഒരു കുട്ടി കടന്നു വരികയും, യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു 4 വയസ്സുകാരനായി കുട്ടി കടന്നു വരികയും, ആ കുട്ടി യാതൊരു തെറ്റുമില്ലാതെ 6 വശമുള്ള ഷഡ്ഭുജത്തെ വരച്ചു തീർത്താൽ നമ്മൾ പറയും അതൊരു അത്ഭുതമാണ്. എന്നാൽ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, കാലാകാലങ്ങളായിട്ട് തേനീച്ച ഷഡ്ഭുജാകൃതിയിൽ കൂട് നിർമ്മിക്കുന്നുണ്ട്. ഒരു കോണും കണ്ടെത്താതെ, ഒരു കോമ്പസും ഉപയോഗിക്കാതെ കൃത്യമായ രൂപത്തിൽ ഷഡ്ഭുജാകൃതിയിൽ കൂട് നിർമ്മിക്കാൻ തേനീച്ചകൾക്ക് കഴിയും. റാണി തേനീച്ച വിളിച്ചിരുത്തിയിട്ട് കൂട് നിർമ്മിക്കാൻ പഠിപ്പിച്ചു കൊടുത്തതല്ല. എന്നാൽ ഈ ഷഡ്ഭുജാകൃതിയിൽ കൂട് നിർമ്മിക്കുന്ന ഓരോ തേനീച്ചകൾക്കും മറ്റു ആകൃതികളിൽ, മറ്റു രൂപത്തിൽ കൂട് നിർമ്മിക്കുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ശാസ്ത്രത്തിന് പറയാനുള്ള മറുപടി, ആ തേനീച്ചയുടെ മസ്തിഷ്കത്തിൽ, അതിന്റെ ജനിതക കോണിൽ ഷഡ്ഭുജാകൃതിയിലുള്ള കൂട് നിർമ്മാണം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ആ തേനീച്ചയോട് കൃത്യമായ രൂപത്തിൽ ഷഡ്ഭുജാകൃതിയിൽ കൂട് നിർമ്മിക്കാൻ പഠിപ്പിച്ചവൻ ആരാണ്? നമ്മൾ ഈ ദുനിയാവിൽ നിസ്സാരമായി കാണുന്ന ജീവിയാണ് ഉറുമ്പ് എന്ന് പറയുന്നത്.
ആ ഉറുമ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ ഉറുമ്പിന് തൻ്റെ ശരീരത്തിൻ്റെ ഇരട്ടി ഭാരം യഥേഷ്ടം ഈ ഭൂമിയിലൂടെ വഹിച്ചു കൊണ്ടുപോകുവാൻ കഴിയും. എന്നാൽ ആ ഇരട്ടി ഭാരം വഹിച്ചു കൊണ്ടുപോകുവാൻ കഴിയുന്ന ആ ഉറുമ്പിന് തൻ്റെ കൈകളിൽ ധാന്യമണികളാണ് ലഭിക്കുന്നത് എങ്കിൽ, അതായത് അരിമണി പോലുള്ള അല്ലെങ്കിൽ ഗോതമ്പ് മണി പോലുള്ള ധാന്യമണികളാണ് ലഭിക്കുന്നത് എങ്കിൽ അത് കഷണങ്ങളായിട്ടാണ് തൻ്റെ മാളത്തിൽ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ ആ ഇരട്ടി ഭാരം വമിച്ചു കൊണ്ടുപോകുവാൻ കഴിയുന്ന ആ ഉറുമ്പിന് തൻ്റെ കൈകളിൽ ധാന്യമണികളാണ് ലഭിക്കുന്നത് എങ്കിൽ അത് കഷണങ്ങളായിട്ടാണ് കൊണ്ടുപോയി വെക്കേണ്ടത് എന്ന് പഠിപ്പിച്ചവൻ ആരാണ്? അതായത് അവ കഷണങ്ങളായി കൊണ്ടുപോയി വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ധാന്യമണികൾ കൊണ്ടുപോയി വെക്കുന്ന ആ മാളത്തിന് ചെറിയൊരു ഈർപ്പം സംഭവിച്ചാൽ, ചെറിയൊരു തണുപ്പ് സംഭവിച്ചാൽ ആ ധാന്യമണികൾ മുളയ്ക്കുവാൻ തുടങ്ങും. അപ്പോൾ ആ ചെറിയ ജീവികളോട് നിങ്ങളുടെ കൈകളിൽ ധാന്യമണികളാണ് ലഭിക്കുന്നത് എങ്കിൽ അത് കഷണങ്ങളായിട്ടാകണം കൊണ്ടുപോയി വെക്കേണ്ടത് എന്ന് പഠിപ്പിച്ചവനാരാണ്? അഹങ്കാരിയായ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാമും കടന്നു ചെല്ലുന്ന ഒരു ചരിത്രത്തെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലയോ ഹാമാൻ, നീ ഒരു ഏണി കയറ്റി വെച്ച് അതിലൂടെ നീ ആകാശത്തിന്റെ മുകളിൽ കയറണം. ആകാശത്തിന്റെ മുകളിൽ ചെന്നിട്ട് ഈ മൂസ പരിചയപ്പെടുത്തുന്ന റബ്ബ് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണമെന്ന് കൽപ്പിച്ച, അന റബ്ബുക്കുമുൽ അഅല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ആ അഹങ്കാരിയായ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാമും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിനെ കാണുമ്പോൾ ആ അഹങ്കാരിയായ ഫിർഔൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖാല ഫമൻ റബ്ബുക്കുമായ മൂസ, അല്ലയോ മൂസ, നിങ്ങൾ പരിചയപ്പെടുത്തുന്ന നിങ്ങളുടെ റബ്ബാരാണ്? അപ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മറുപടി ഇപ്രകാരമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖലഖഹു സുമ്മ ഹദാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹം പറയുന്നുണ്ട്, ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖലഖഹു സുമ്മ ഹദാ. സകല ജീവജാലങ്ങളെ സൃഷ്ടിച്ച് പിന്നീട് അവയ്ക്ക് കൃത്യമായ രൂപത്തിൽ ബോധനം നൽകുന്നവനാണ് എൻ്റെ റബ്ബ്. അതായത് തേനീച്ചകളെ സൃഷ്ടിച്ച് പിന്നീട് അവയ്ക്ക് കൃത്യമായ രൂപത്തിൽ ഷഡ്ഭുജാകൃതിയിൽ കൂട് നിർമ്മിക്കാൻ പഠിപ്പിച്ചവനാണ് എൻ്റെ റബ്ബ്. ദേശാടന പക്ഷികളെ സൃഷ്ടിച്ച് കൃത്യമായ രൂപത്തിൽ ദേശാടനം ചെയ്യാൻ പഠിപ്പിച്ചവനാണ് എൻ്റെ റബ്ബ്. ആ റബ്ബിനെയാണ് ഞാൻ താങ്കൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കണമെങ്കിൽ ഈ ദുനിയാവിലേക്ക് നോക്കിയാൽ തന്നെ അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മൾ ഏതൊരു വസ്തു ഉപ്പിലിട്ടാലും ഉപ്പിന്റെ രുചി ഉണ്ടാകും. മധുരമൂറുന്ന മാമ്പഴം മുറിച്ച് ഉപ്പിലിട്ടാലും പൈനാപ്പിൾ മുറിച്ച് ഉപ്പിലിട്ടാലും ഉപ്പിന്റെ രുചി ഉണ്ടാകും. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് 24 മണിക്കൂറും കടലിൽ സമുദ്രത്തിൽ നീന്തി തുടിക്കുന്ന മത്സ്യത്തിന് ഉപ്പിന്റെ രുചിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഹുവല്ലദീ ഖലഖൽ ബഹറ ലിതഅകുലൂ മിൻഹു ലഹ്മൻ തരിയ. മനുഷ്യന് സ്വച്ഛമായ മാംസം ഭക്ഷിക്കുന്നതിന് വേണ്ടി കടലിൽ സമുദ്രത്തിൽ തയ്യാറാക്കിയവനാണ് അവൻ. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. എന്നാൽ നമ്മൾ ഇന്ന് കടന്നു പോകുന്ന സമൂഹത്തിലൂടെ നോക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കുന്നിടത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു MLA കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉന്നത പദവിയിലുള്ള ഒരാളെ കാണാൻ പോകുമ്പോൾ ഒരു ഇടനിലക്കാരൻ വേണം എന്ന കാഴ്ചപ്പാടിലൂടെയാണ് പലരും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണോ? പ്രവാചക സ്വഹാബ വനിതയാണ് ഖൗല റളിയല്ലാഹു അൻഹ. ആ ഖൗല റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ് ഔസ് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ നാം നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും, ഔസ് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു മുൻകോപിയായിരുന്നു, ദേശീയക്കാരനായിരുന്നു. അങ്ങനെ ഖൗല റളിയല്ലാഹു അൻഹയെ ഔസ് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു ലിഹാർ ചെയ്തു. ലിഹാർ എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു വിവാഹ മോചന സമ്പ്രദായമാണത്. നീ എൻ്റെ ഉമ്മയുടെ മുതുകു പോലെയാണ് എന്ന് പറഞ്ഞാൽ അവർ രണ്ടായി എന്നാണ് അർത്ഥം. അങ്ങനെ ഖൗല റളിയല്ലാഹു അൻഹയെ ഔസ് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു ലിഹാർ ചെയ്തു. ഈ ഒരു പ്രയാസം സഹിക്കവയ്യാതെ ഖൗല റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്നുണ്ട്. എന്നിട്ട് പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് താൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ പ്രവാചകനോട് പറഞ്ഞിട്ട് ഈ മഹദി പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ പ്രവാചകരെ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു കൊള്ളട്ടെ പ്രവാചകരെ. അപ്പോൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന്റെ മറുപടി ഇപ്രകാരമാണ്, വഹിയൊന്നും ഇറങ്ങിയിട്ടില്ല ഖൗല, അതിന് നിങ്ങൾ അദ്ദേഹത്തിന് നിഷിദ്ധമാണ്. അല്ലയോ പ്രവാചകരെ, എൻ്റെ ഭർത്താവ് വാർദ്ധക്യത്തിലാണ്, എൻ്റെ മക്കൾ വളർന്നു വലുതാവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ അവർക്കൊപ്പം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് പ്രവാചകരെ. അതിനാലാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു കൊള്ളട്ടെ.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മറുപടി വീണ്ടും ആവർത്തിക്കുകയാണ്, വഹിയൊന്നും ഇറങ്ങിയിട്ടില്ല ഖൗല, അതിനാൽ നിങ്ങൾ അദ്ദേഹത്തിന് നിഷിദ്ധമാണ്. തന്റെ മനസ്സിലുള്ള പ്രയാസം സഹിക്കവയ്യാതെ ഖൗല റളിയല്ലാഹു അൻഹ വീണ്ടും ചോദിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി വീണ്ടും ആവർത്തിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുൽ മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം അന്ന് പ്രവാചകന്റെ കാതുകളിൽ മന്ത്രിക്കുകയാണ്, ഖദ് സമിഅല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹ. ഒരു പാവപ്പെട്ട പെണ്ണിന്റെ അവളുടെ പ്രയാസത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അവളോട് പറഞ്ഞ നബിയെ. അവളുടെ പ്രശ്നത്തിന് പരിഹാരമായി ഞാൻ വന്നിട്ടുണ്ട് എന്ന് അവളെ അറിയിക്കുന്ന നബിയെ. പിന്നീട് ഖൗല റളിയല്ലാഹു അൻഹയുടെ പ്രശ്നത്തിന് പരിഹാരം കാണുന്ന ചരിത്രത്തിൽ കാണുവാൻ കഴിയും. നമുക്ക് നമ്മുടെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കുവാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. പ്രവാചകരെ എൻ്റെ അടിമകളും അവരുടെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, അവരുടെ നാഥൻ അവർക്ക് സമീപസ്ഥനാണ് എന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. റമദാൻ മാസത്തിലൂടെ നമുക്ക് നമ്മുടെ നാഥനായ നമ്മുടെ സമീപസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കുവാൻ കഴിയണം. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൂടുതൽ അടുക്കുവാൻ കഴിയണം. അങ്ങനെ നാളെ മരണപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ പുഞ്ചിരിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നാഥൻ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനോടൊപ്പം ആ സ്വർഗത്തിൽ വസിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നാഥൻ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.